ക്ലയൻസിനെ എങ്ങനെ നമുക്ക് സോഹോ റിക്രൂട്ടിൽ മാനേജ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതായത് ഒരു ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസർ പെർസ്പെക്റ്റീവിൽ ഒരു കമ്പനീസാണ് വരുന്നത്. അതായത് ജോബ് ഓപ്പണിങ്സ് ഓഫർ ചെയ്യുന്ന കമ്പനീസാണ് നമ്മൾ ക്ലയൻസ് ആയിട്ട് സോഹോ റിക്രൂട്ടിൽ വരുന്നത്. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ജസ്റ്റ് ക്ലയൻസിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് സോഹോ റിക്രൂട്ട് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ടോപ്പിൽ ക്ലയൻസ് എന്ന ഫീൽഡ് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് കറണ്ട്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലയൻസിനും നമുക്കത് കാണാൻ പറ്റും. ക്ലയൻസിൻ്റെ നെയിം ഇവിടെ കാണാൻ പറ്റും, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു പുതിയൊരു ക്ലയൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ക്ലയൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലയൻറ്റിൻ്റെ നെയിം ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലയൻറ്റ് നമ്മൾ ഏതൊരു ടെസ്ല എന്നുള്ള ക്ലയൻറ്റിനെ ആഡ് ചെയ്തു. ഓക്കെ, അവരുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, ഫോൺ നമ്പേഴ്സ് ആൻഡ് അവരുടെ ഇൻഡസ്ട്രി എന്താണ് വരുന്നത്, അതേപോലത്തെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനി സോഴ്സ് ആഡ് ചെയ്യാൻ നമുക്ക് സോഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻറ്റേർണലി വന്ന സോഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് ക്ലയൻറ്റിൻ്റെ കോൺട്രാക്റ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലയൻറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ ടെസ്ല എന്നുള്ളൊരു ക്ലയൻറ്റ് നമുക്കിവിടെ ആഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കോൺടാക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ ടെസ്ല എന്നുള്ള കമ്പനിയിൽ ഏത് പേഴ്സണെയാണോ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ആ കോൺടാക്ട് ചെയ്യുന്ന പേഴ്സണെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് കോൺടാക്ട്സ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് ഇത് സെയിം നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്ട്സ് കാണാം. അവിടെ കറണ്ട്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സിൻ്റെ എല്ലാം ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനിയൊരു ക്ലയൻറ്റ് നമുക്ക് ഒരു കോൺടാക്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോൺടാക്ട്സ് പേഴ്സണെ നമ്മൾ ആഡ് ചെയ്ത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്തു. അവിടെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തു. അവരുടെ ജോബ് ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി അവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ആഡ് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽസ് റെക്കോർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കോൺടാക്റ്റിന് ആഡ് ചെയ്തു, നമ്മൾ ക്ലയൻറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു കോൺടാക്റ്റിന് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇൻ നെക്സ്റ്റ് ടൈമിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്യുന്നത് ഈ പേഴ്സൺ ആയിരിക്കും.